കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ 28 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ടോബി ജോൺസന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഈ മഴയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്? കൃഷിനാശം എവിടെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? 28 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ദുരിതമുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അതും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ്. തിരുവാർപ്പ്, അയ്മനം, ചെങ്ങളം പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത്. അത് മീനച്ചിലാറിൻ്റെ തീരങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അതേ തുടർന്ന് ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് മീനച്ചിലാറ്റിൽ വെള്ളം കയറുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇരു കരകളിലേക്കും വെള്ളം കയറി ഒഴുകുകയായിരുന്നു. അങ്ങനെ കൃഷിനാശം അയർക്കുന്നം പോലെയുള്ള മേഖലകളിലൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ പോയത്. ശക്തമായിട്ടുള്ള വെള്ളം കയറ്റമുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാലവർഷം കൂടി ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. 28 ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. 500-ലധികം ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ ചില സ്ഥലങ്ങളിൽ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.